പ്രൈസ് ലോർഡ്. ഞാനും യേശുവും കണ്ടുമുട്ടിയ ഒരു സാഹചര്യം നിങ്ങളോട് ഷെയർ ചെയ്യാം. ഹല്ലേലൂയ, സ്തോത്രം. എൻ്റെ യേശുവിനെ കണ്ടുമുട്ടിയതും യേശുവിനെ തിരഞ്ഞെടുക്കാനുണ്ടായ സാഹചര്യങ്ങൾ. ഹല്ലേലൂയ, സ്തോത്രം. അതൊരു ചെറിയ ഒരു കാര്യത്തിലൂടെ നിങ്ങളോട് വിശദീകരിക്കാം. ഒരു സ്ട്രോങ് ആരാണ് എന്ന്, ഏറ്റവും കരുത്തനായ ആരാണെന്ന് അറിയണം. അങ്ങനെ ഒരു ചിന്തയോടുകൂടി ഞാൻ കുട്ടിക്കാലം തൊട്ടേ ജീവിച്ചിരുന്നു. കാരണം ചെറിയ പ്രായത്തിൽ തന്നെ ഒരുപാട് പ്രയാസങ്ങളിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് സുഖം കിട്ടുന്ന, സ്വസ്ഥത കിട്ടുന്ന, മനഃശാന്തി കിട്ടുന്ന ഒരു സെർച്ചിങ്ങിന് വേണ്ടി ഒരു സെർച്ചിങ്ങിലായിരുന്നു ഞാൻ, ഒരു അന്വേഷണത്തിലായിരുന്നു ഞാൻ. ഹല്ലേലൂയ, സ്തോത്രം. അത് ഞാൻ മറ്റൊരു രീതിയിൽ പറയാം. അതായത് തീ ആണ് ഏറ്റവും ശക്തനായത് എന്ന് നമ്മൾ വിചാരിക്കാം. അപ്പോൾ തീയോട് ചെന്ന് ചോദിച്ചു, നീയാണോ ശക്തൻ? കാരണം തീ എല്ലാത്തെയും ദഹിപ്പിക്കും. തീ ദഹിപ്പിക്കാത്തതായി യാതൊന്നുമില്ല. അപ്പോൾ തീയോട് ചെന്ന് ചോദിച്ചപ്പോൾ തീ പറഞ്ഞു, വാട്ടറാണ്, ഞാനല്ല ശക്തൻ, വെള്ളമാണ്. കാരണം വെള്ളമൊഴിച്ചാൽ ഞാൻ കെട്ടുപോകും. എന്നാൽ അപ്പോൾ വെള്ളമാണ് ശക്തനെന്ന് തീ പറഞ്ഞു. അപ്പോൾ തീയോട് ചോദിച്ചപ്പോൾ വെള്ളമെന്ന് പറഞ്ഞപ്പോൾ വെള്ളത്തോട് പോയി ചോദിച്ചു. അപ്പോൾ വെള്ളം പറഞ്ഞു, ഞാനല്ല ശക്തൻ, സൂര്യനാണ് ശക്തൻ. സൂര്യൻ അതിൻ്റെ തീവ്രതയിൽ കാണിക്കുമ്പോഴൊക്കെ ഞാൻ ആവിയായി പോകും. അപ്പോൾ ഞാൻ ആവിയായി തീർന്ന് ക്ലൗഡായി മാറും, മേഘമായി മാറും. അപ്പോൾ ക്ലൗഡിനോട് പോയി ചോദിച്ചു, മേഘത്തോട് പോയി ചോദിച്ചു. മേഘം പറഞ്ഞു, ഞാനല്ല ശക്തൻ, എന്നെ വീശിക്കൊണ്ടുപോകുന്ന കാറ്റാണ് ശക്തൻ. ഞാൻ എത്ര വലുതാണെങ്കിലും ശരി, എന്നെ എടുത്തു കൊണ്ടുപോകാൻ കഴിയുന്നത് കാറ്റാണ്. അതുകൊണ്ട് കാറ്റാണ് ശക്തൻ എന്ന് പറഞ്ഞു. അപ്പോൾ കാറ്റിനോട് ചെന്ന് ചോദിച്ചപ്പോൾ കാറ്റ് പറഞ്ഞു, ഞാനല്ല ശക്തൻ, പർവ്വതമാണ് ശക്തൻ. കാരണം ഞാൻ ചെന്ന് എവിടെയെങ്കിലും ഈ പർവ്വതത്തിൽ ചെന്ന് അടിച്ചു കഴിഞ്ഞാൽ ഞാൻ ചിതറിപ്പോവും. കാറ്റ് പറയാ, കാറ്റായ ഞാൻ ചിതറിപ്പോവും എന്ന് പറഞ്ഞു. അപ്പോൾ മൗണ്ടനോട് പോയി ചോദിച്ചു, നീയാണോ ശക്തനെന്ന്? അപ്പോൾ മൗണ്ടൻ പറഞ്ഞു, ഞാനല്ല ശക്തൻ, ഞാനിങ്ങനെ നിൽക്കുന്നു. പക്ഷേ ഒരു മനുഷ്യൻ വിചാരിച്ചാൽ എന്നെ തന്നെ ഇല്ലാതാക്കി കളയാൻ കഴിയും, എൻ്റെ ഷേപ്പ് മാറ്റാൻ കഴിയും. ചിലപ്പോൾ പർവ്വതം എന്നുള്ള അവസ്ഥ തന്നെ, പർവ്വതം എന്നുള്ളത് തന്നെ ഇല്ലാതാക്കാൻ മനുഷ്യന് കഴിയും. അപ്പോൾ മനുഷ്യനോട് ചെന്നു. അപ്പോൾ തിരിച്ച് മനുഷ്യനിലേക്ക് വന്നു. അപ്പോൾ മനുഷ്യൻ നിന്ന് നോക്കിയപ്പോൾ, ഞാൻ നിന്ന് നോക്കിയപ്പോൾ മനുഷ്യനെ ഇല്ലാതാക്കാൻ കഴിയുന്നത് മരണത്തിന് മാത്രമാണ്. ഞാൻ ആ വിഷയത്തിലേക്ക് വരികയാണ്. ഞാൻ വലിയൊരു പ്രശ്നത്തിലേക്ക് എൻ്റെ 26-ാമത്തെ വയസ്സിൽ ചെന്നു ചാടി. അപ്പോൾ എൻ്റെ മുമ്പിൽ ഒരു സൊല്യൂഷനില്ല, ഒരു പരിഹാരമില്ല. മരണം മാത്രമാണ് എൻ്റെ മുമ്പിലെ വഴി. എൻ്റെ മുമ്പിൽ മരണം ശക്തിയോടുകൂടി നിൽക്കുക. എൻ്റെ ചിന്താഗതികളിലും എല്ലാം ഞാൻ സെർച്ച് ചെയ്തുകൊണ്ടേയിരുന്നു, പരിഹാരം കാണാൻ കഴിയുന്നില്ല. അപ്പോൾ മനസ്സിലായി, മരണത്തിന് കീഴടങ്ങല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല. വളരെ ചെറിയ പ്രായത്തിലെ തന്നെ ഒരുപാട് സമയത്ത് ഞാൻ പലപ്പോഴും എൻ്റെ ജീവിതത്തിലുണ്ടായ പ്രയാസങ്ങൾ ഞാൻ വിചാരിച്ചിരുന്നു, മരണം ആണ് സ്ട്രോങ്, എനിക്കതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് തോന്നിയിരുന്നു. ചെറുപ്പകാലത്ത് എനിക്ക് പലതരത്തിലുള്ള രോഗങ്ങളുണ്ടായിട്ടുണ്ട് ആ സമയത്ത് തന്നെ. അപ്പോൾ ഈ 26-ാമത്തെ വയസ്സിൽ മരണം എൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. ഞാൻ ആത്മഹത്യ ചെയ്യണമെന്ന് തീരുമാനിച്ചു. പക്ഷേ ജീസസ് കാൾസിൽ വെച്ച് എനിക്ക് യേശുവിനെ അറിയാൻ കഴിഞ്ഞു. മരണമല്ല വലുത് എന്നും, ഏതു മനുഷ്യനും ഒടുക്കം വന്ന് മരണത്തിൻ്റെ മുമ്പിൽ കീഴടങ്ങിയപ്പോൾ മരണത്തിൻ്റെ മുമ്പിൽ കീഴടങ്ങാത്ത ഒരുവനേയുള്ളൂ,
അത് ക്രിസ്തു യേശു എന്ന് മനസ്സിലാവുകയും മരണത്തെ ജയിച്ച് മരണത്തെ പരാജയപ്പെടുത്തി അവൻ്റെ വിഷമുള്ള തകർത്ത് അവൻ്റെ തലയെ തകർത്ത് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു. അങ്ങനെ യേശു ക്രിസ്തുവിലൂടെ എനിക്ക് ജയമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയതല്ല, ദൈവം എനിക്ക് വെളിപ്പെടുത്തി. ഇപ്പോൾ ഈ സമയത്ത് തന്നെ ഞാൻ പലരിടത്തും എൻ്റെ അവസ്ഥയിലൂടെ കടന്നുപോയ പലരിടത്തും പറഞ്ഞിട്ട് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. രോഗത്തിലുള്ളവർ, പ്രയാസത്തിലുള്ളവർ, അവർക്കൊന്നും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം ദൈവം ഒരാളെ രക്ഷിക്കാൻ അവൻ അതിൻ്റെ ബോധ്യം കൊടുക്കുകയും കൃപ പകരുകയും ചെയ്താൽ മാത്രമേ ഈ രക്ഷ സാധ്യമാകുകയുള്ളൂ. അപ്പോൾ ആ രക്ഷ സാധ്യമായത് കൊണ്ട് ഞാൻ എന്നെ തന്നെ പറയുകയാണ്, ഞാൻ ഭാഗ്യവാനാണ്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ യേശുവിനെക്കുറിച്ച് മനസ്സിലായി, യേശുവിൻ്റെ പ്രവൃത്തികളെക്കുറിച്ചും രക്ഷാമാർഗത്തെക്കുറിച്ചും എനിക്ക് വെളിപ്പെട്ട് കിട്ടി. എൻ്റെ അകത്ത് എൻ്റെ ആത്മാവോട് പരിശുദ്ധാത്മാവ് സംസാരിച്ച് ഞാൻ ബലപ്പെടുകയും, അപ്പോൾ എൻ്റെ അപ്പോഴും എൻ്റെ മുമ്പിൽ മരണം നിൽക്കുകയാണ്. അപ്പോൾ ആ മരണത്തെ യേശുവിൻ്റെ മരണത്താൽ എന്നിലുള്ള മരണത്തെ നീക്കിക്കളഞ്ഞു. ഞാൻ അവനോട് കൂടെ ചേർന്ന് അവനോട് കൂടെ മരിച്ച് അവനോട് കൂടെ വെള്ളത്തിൽ അടക്കം ചെയ്ത് എന്നെ പഴയ മനുഷ്യനെ കളഞ്ഞ് ഞാൻ പുതിയതായി വീണ്ടും ജനിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ ജനിച്ച ഞാൻ ഇന്ന് ഐ ആം സ്ട്രോങ്. ഏത് സാഹചര്യത്തിലും എനിക്ക് നിൽക്കാൻ കഴിയില്ല, എന്നെ നിൽക്കുന്നവൻ മുഖാന്തരം എനിക്ക് ഏത് സാഹചര്യത്തിൽ നിൽക്കാൻ കഴിയും. ഏത് സാഹചര്യത്തിലും എനിക്ക് സമാധാനത്തോടെ ഇരിക്കാൻ കഴിയും. വൈ? ബിക്കോസ് ഓഫ് ദ അൾട്ടിമേറ്റ് ക്രൈസ്റ്റ് ജീസസ് വിത്തിൻ മീ ആൻഡ് വിത്ത് മീ. എനിക്ക് എന്തെല്ലാം ഇല്ലെങ്കിലും എന്തെല്ലാം ഉണ്ടെങ്കിലും, രണ്ടും പറയാം. എനിക്ക് എന്തെല്ലാം ഇല്ലെങ്കിലും എനിക്ക് എന്തെല്ലാം ഉണ്ടെങ്കിലും യേശു മതി. ആ സാന്നിധ്യം മതി. ആ സാന്നിധ്യത്തിൽ സന്തോഷത്തിൻ്റെ പരിപൂർണതയുണ്ട്. ഞാൻ നിങ്ങളെയും ആ സാന്നിധ്യത്തിലേക്ക് ക്ഷണിക്കുന്നു, ആ സമാധാനത്തിലേക്ക് ക്ഷണിക്കുന്നു. കാരണം ആ സമാധാനം ആ സാന്നിധ്യത്തിനകത്താണ് ഇരിക്കുന്നത്. യേശു കർത്താവ് പറഞ്ഞു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. അത് ലോകം തരുന്നത് പോലെയുള്ള സമാധാനമല്ല. ലോകം തരുന്ന സമാധാനം അത് നിങ്ങളിൽ എടുത്തു കളയാൻ കഴിയും. എന്നാൽ ഞാൻ തരുന്ന സമാധാനം നിങ്ങളിൽ നിന്ന് ആർക്കും എടുക്കാൻ കഴിയുകയില്ല. ഞാൻ അതിനോട് കൂട്ടിച്ചേർക്കും, ആർക്കും ഒന്നിനും എൻ്റെ ജീവിതത്തിൽ യേശു തന്ന സമാധാനത്തെ നഷ്ടപ്പെടുത്താൻ കഴിയുകയില്ല. ഹല്ലേലൂയ, സ്തോത്രം. ആ സമാധാനത്തിലേക്ക്, ആ ദൈവിക ശക്തിയിലേക്ക്, പകരം വയ്ക്കാനില്ലാത്ത ദൈവിക ശക്തിയിലേക്കും പകരം വയ്ക്കാനില്ലാത്ത ഉന്നതനായ ആ വ്യക്തിയിലേക്കും ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഹല്ലേലൂയ. എല്ലാത്തിനെയും ജയിച്ചവൻ എന്നിൽ വസിക്കുന്നു. മരണത്തെ ജയിച്ചവൻ എന്നിൽ വസിക്കുന്നു. ആ വസിക്കുന്നവന് നിങ്ങളിലും വസിക്കുവാൻ കഴിയും. വിശ്വാസത്താൽ ഇപ്പോൾ സ്വീകരിക്കാം. ഹല്ലേലൂയ. യേശു എൻ്റെ ജീവിതത്തിലേക്ക് വരണമെന്നും യേശു എനിക്ക് വേണ്ടി മരിച്ചുവെന്നും യേശു എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുകയും ഹൃദയം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ അത് നിങ്ങളിൽ സംഭവിക്കും. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. യേശുവേ, അങ്ങയുടെ ദിവ്യ സമാധാനം എൻ്റെ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരുടെ മേലും പകരട്ടെ. അവർ സത്യം അന്വേഷിക്കുന്നവരെങ്കിൽ അവർ സത്യം കണ്ടെത്തുവാനിടയായി തീരട്ടെ. അവർ മുട്ടട്ടെ. കർത്താവെ, അങ്ങ് തുറന്നു കൊടുക്കുന്ന ഹല്ലേലൂയ ആ കൃപയ്ക്കായി നന്ദി പറയുന്നു. നീ നിന്നെ തന്നെ അവർക്ക് വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ വെളിപ്പെടുത്തിയിട്ടല്ലാതെ ആർക്കും നിന്നെ അറിയാൻ കഴിയുന്നതല്ല. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് അങ്ങ് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സമാധാനമില്ലാത്തവർ സമാധാനം അനുഭവിക്കാനിടയായി തീരട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. I bless them in Jesus' mighty name. ദൈവ പദ്ധതിക്ക് വേണ്ടി ഞാൻ അവരെ അനുഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ, സ്തോത്രം.